ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എന്നും ഒരുപോലെയല്ലേ ചായ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വ്യത്യസ്തമായ രീതിയിലൊന്ന് നമ്മുടെ ചായ റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഗ്യാസിൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ചെറുതായിട്ട് ഓണാക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ ശേഷം നമുക്കിതുപോലെ അങ്ങ് ഇളക്കി ഇതങ്ങ് മെൽറ്റാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കാരമലായിട്ട് വരും. നമ്മളിതുപോലെ ഞാൻ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തു. അത് കാരണം നമ്മൾ സ്പൂണിലൊക്കെ ഒന്ന് കുറച്ച് പിടിച്ചു കിട്ടി. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് പോവും. അത് കുഴപ്പമില്ല. ഇനി നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കാരമലായിട്ട് വരും. അപ്പോൾ നമ്മളിന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരമൽ ടീയാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് നോക്കുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ കാരമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ തന്നെ പഞ്ചസാര കാരമലായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് തീയെ സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തെറിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മളിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ കാരമൽ ഇതുപോലെ നല്ലതുപോലെ തന്നെ കട്ടായിട്ട് വരും. അത് കുഴപ്പമില്ല. അത് തിളച്ചിട്ട് വരുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിപ്പോൾ തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടായിട്ട് നിൽക്കുന്ന കാരമലും ഇതുപോലെ നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ കണ്ടില്ലേ, ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ കട്ടായിട്ടുള്ള കാരമലൊക്കെ നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഏലക്കായും ഒരു പട്ടയും ഒരു ഗ്രാമ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ചായപ്പൊടിയും ഈ ഗ്രാമ്പും ഏലക്കായും പട്ടയും കൂടെ നമ്മൾ ഇതിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.25 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചായക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല പാലിൽ. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ പാല് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ തന്നെ അങ്ങ് തിളപ്പിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. അത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ പൊന്തി വരുമ്പോൾ നമ്മൾ തീയൊന്ന് സിമ്മിക്കിട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2-3-4 പ്രാവശ്യം നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചായ തന്നെയാണ്. അപ്പോൾ എന്നും നമ്മൾ ഒരേ രീതിയിലല്ലേ ചായ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചായ റെഡിയാക്കിയാൽ മതി. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കത് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളൊരു 2-3-4 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ചായ ഇവിടെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, 2-3-4 മിനിറ്റ് നമുക്കത് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരരിപ്പ വെച്ചിട്ട് നമുക്കിതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചായ നല്ലതുപോലെ തന്നെ അങ്ങ് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചായ തന്നെയാണ്. നമ്മുടെ സാധാ ചായയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ചായക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.